ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 1 പേജ് നമ്പർ 20 ഫിഗർ ഇറ്റ് ഔട്ടിലെ 13th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ബാർ ടെയിൽഡ് ഗോഡ്വിറ്റ് ഹോൾഡ്സ് ദ റെക്കോർഡ് ഫോർ ദ ലോങ്സ്റ്റ് റെക്കോർഡഡ് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ്. അതായത് ബാർ ടെയിൽഡ് ഗോഡ്വിറ്റിനാണ് ഏറ്റവും കൂടുതൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറന്നതിനുള്ള റെക്കോർഡ് ഉള്ളത്. ഇറ്റ് ട്രാവൽഡ് 13,560 കിലോമീറ്റർ ഫ്രം അലാസ്ക ടു ഓസ്ട്രേലിയ വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. അതായത് സ്റ്റോപ്പ് ചെയ്യാതെ അലാസ്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഇത് 13,560 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ജേർണി സ്റ്റാർട്ടഡ് ഓൺ 13th October 2022 and continued for about 11 days. അതായത് 11 days ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് എന്ത് ചെയ്തു, ട്രാവൽ ചെയ്ത് അലാസ്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് എത്തി. ഫൈൻഡ് ഔട്ട് ദി അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ഇറ്റ് കവേർഡ് എവരി ഡേ. ഓരോ ദിവസവും കവർ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദി അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ഇറ്റ് കവേർഡ് എവരി അവർ. ഓരോ മണിക്കൂറിലും കവർ ചെയ്ത് അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എവരി ഡേയിലതും കണ്ടുപിടിക്കണം, എവരി അവറിലതും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 13,560 ആണ്. 11 days ഇത് ട്രാവൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ആദ്യം എഴുതാം. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 13,560 കിലോമീറ്റർ. ഡ്യൂറേഷൻ എത്രയാണ്? ഡ്യൂറേഷൻ 11 days ആണ്. ഓക്കെ, നമ്മളോട് എവരി ഡേയിലതും എവരി അവറിലതും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ഈച്ച് ഡേ എന്ന് പറയുന്നത് എത്രയാണ്? ഈച്ച് ഡേ എന്ന് പറയുന്നത് 24 hours ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഡ്യൂറേഷൻ അവറിൽ എത്രയായിരിക്കും? ഡ്യൂറേഷൻ ഇൻ അവേഴ്സ് എത്ര വരും? 11 days ആണ്. ഒരു ഡേ എന്ന് പറയുന്നത് 24 hours ആണ്. അപ്പോൾ 11 into 24 ചെയ്താൽ മതി, നമുക്ക് 264 hours എന്ന് കിട്ടും. ഇത് നമ്മൾ കണ്ടുപിടിച്ചത് നമ്മളോട് ഇവിടെ എവരി അവറിലതും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്റ്റൻസ് കവേർഡ് പെർ ഡേ, ഓരോ ദിവസവും കവർ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് പെർ ഡേ is equal to എങ്ങനെയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് 13,560 ആണ്. എത്ര ഡേ ട്രാവൽ ചെയ്തു? 11 days ട്രാവൽ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 13,560 ഡിവൈഡഡ് ബൈ 11 ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കവർ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ടോട്ടൽ ഡിസ്റ്റൻസ് ഇത്രയുമാണ്. മൊത്തം 11 days ട്രാവൽ ചെയ്തു. അപ്പോൾ ഒരു ദിവസം ട്രാവൽ ചെയ്തത് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസിനെ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 13,560 ഡിവൈഡഡ് ബൈ 11. 11 into 1 11. 3 minus 1 is 2. 5. 11 into 2 22. 5 minus 2 3. 36. 11 into 3 33. 6 minus 3 is 3. 0. 2. 11 into 2 22. 8. ഇനി നമ്മളിവിടെ പോയിന്റ് ഇട്ടിട്ട് ഇവിടെ 0 ഇട്ട് കൊടുക്കുന്നു. 80. 11 into 7 77. 80 minus 77 is 3. ഇങ്ങനെ പോകും അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി? 1232.7 എന്ന് നമുക്ക് കിട്ടി. is equal to 1232.7 കിലോമീറ്റർ. യൂണിറ്റ് എഴുതണം, നമുക്കിവിടെ കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതിനെ 1233 കിലോമീറ്റർ എന്ന് വേണമെങ്കിലും എഴുതാം. 32.7 എന്നുള്ളതിനെ നമുക്ക് 1233 കിലോമീറ്റർ എന്ന് നമുക്ക് പോയിന്റ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് പെർ ഡേയിലത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എവരി അവറിലത് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് പെർ അവർ is equal to എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും?
ഡ്യൂറേഷൻ ഇൻ അവേഴ്സ്, അതായത് 264 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. 13560 ഡിവൈഡഡ് ബൈ 264. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് കട്ട് ചെയ്തിട്ട് എഴുതാം. പല സ്റ്റുഡൻസിനും കട്ട് ചെയ്യുന്ന മെത്തേഡ് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്യുവാണ് കേട്ടോ. 264ഉം എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1356 കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് 264 × 5 ഒന്ന് ചെയ്ത് നോക്കാം. 5 4s are 20, 6 5s are 30 plus 2 32, 5 2s are 10 plus 3 13. നമുക്കിതാ ഇവിടെ കിട്ടി കണ്ടോ. 51320. 6 minus 0 is 6, 5 minus 2 is 3, 0. ഇനി നമുക്ക് 1 കൊണ്ടേ പറ്റത്തുള്ളൂ. 264. ഇവിടെ കട്ടായിട്ട് ഇവിടെ 5, ഇവിടെ 10, 10 minus 4 is 6, ഇവിടെ കട്ടായിട്ട് ഇവിടെ 2, ഇവിടെ 15, 15 minus 6 is 9. ഇനി നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0, 960 എന്ന് കിട്ടി. അപ്പോൾ 264നെ നമുക്കൊരു 3 വെച്ച് ചെയ്ത് നോക്കാം. 4 3s are 12, 6 3s are 18 plus 1 19, 3 2s are 6 plus 1 7. അപ്പോൾ 3 7 9 2. ഇവിടെ 5, ഇവിടെ 10, 10 minus 2 is 8, ഇവിടെ 8, ഇവിടെ 15, 15 minus 9 is 6, 8 minus 7 is 1. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഇസ് ഈക്വൽ ടു 51.3 എന്ന് കിട്ടി. ഈ 51.3 കിലോമീറ്ററിനെ നമുക്ക് 51 കിലോമീറ്ററിന് എടുക്കാം. അപ്പോൾ ഒരു ഡേയിൽ ട്രാവൽ ചെയ്യുന്നത് എത്രയാണ്? 1233 കിലോമീറ്റർ ആണ്. ഒരു മണിക്കൂറിൽ ട്രാവൽ ചെയ്യുന്നത് 51 കിലോമീറ്റർ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ഡേയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എവരി ഡേയിലെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഈ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എവരി അവറിലത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡേയ്സിനെ നമ്മൾ അവറിലോട്ട് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്ത് ആദ്യം എഴുതണം. എന്നിട്ട് ഇത് ഈ എവരി അവറിലത് കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസിനെ അവേഴ്സിലുള്ളത് കൊണ്ട് വേണം ഡിവിഷൻ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 13th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.